സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പങ്കെടുക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചുവെന്ന ആക്ഷേപം രൂക്ഷമാവുകയാണ്. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചെന്ന രൂക്ഷ വിമർശനവുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ടാതിഥികൾക്കും പിന്നിലായാണ് രാഹുലിന് സീറ്റ് നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അമിത് ഷാ, എസ് ജയശങ്കർ എന്നിവരായിരുന്നു മുൻനിരയിൽ. എന്നാൽ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവിയുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു സീറ്റ് അനുവദിച്ചത്. ഇത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചു. മനു ബക്കർ, സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരയിൽ. ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, മലയാളി താരം PR ശ്രീജേഷ് എന്നിവർക്കും രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ് ഇരിപ്പിടം കിട്ടിയത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള NDA ഭരണകാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് 1ാം നിരയിലാണ് സീറ്റ് അനുവദിച്ചിരുന്നത്. വിമർശനമുയർന്നതോടെ സംഭവത്തിൽ വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി. ഒളിമ്പിക് കായിക താരങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതിനാലാണ് ഇങ്ങനെ ക്രമീകരിച്ചതെന്നാണ് വിശദീകരണം. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100ലേറെ സീറ്റുകൾ ലഭിച്ചതോടെയാണ് 10 വർഷം കാലിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിക്ക് ഇപ്പോൾ അവകാശിയുണ്ടായത്. അതിനിടെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി മോദി മുൻ UPA സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അഴിമതി നിറഞ്ഞ ഭരണത്തെ രാജ്യം മറികടന്നുവെന്നും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ ഇപ്പോഴും രാജ്യത്തുണ്ടെന്നും അവർ അഴിമതിക്കാരെ പാടി പുകഴ്ത്തുകയാണെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ആഞ്ഞടിച്ചു. പ്രതിപക്ഷ നേതാവിനോട് കാണിച്ച അവഗണന കോൺഗ്രസ് പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.